എൻ്റെ പേര് രമ്യ. ഞാൻ വരുന്നത് ജീസസ് ബാപ്റ്റിസം ചർച്ച് തൈക്കാട്ടുശ്ശേരിയിൽ നിന്നാണ്. ഞാൻ ഇപ്പോൾ ഇവിടെ പറയാൻ നിൽക്കുന്ന സാക്ഷ്യം എന്ന് പറയുന്നത്, എനിക്ക് വിദേശത്തൊരു ജോലി റെഡിയായതിനെക്കുറിച്ചാണ് ഞാനിപ്പോൾ പറയാൻ പോകുന്നത്. അതിനായിട്ട് ഞാൻ ഒരു 2 വർഷം മുമ്പ് ആദ്യമേ തൊട്ട് പ്രോസസ്സിങ് തുടങ്ങിയതാണ്. ആദ്യം നെതർലാൻഡ് വെച്ചിരുന്നു, അത് റെഡിയായി, അത് വേണ്ടാന്നുള്ളൊരു തീരുമാനത്തിൽ പിന്നെ നമ്മൾ ഇറ്റലിക്ക് വെച്ചു. ഇറ്റലിയുടെ വെച്ച സമയത്ത് കഴിഞ്ഞ ഡിസംബറിൽ അതിൻ്റെ VFS കാര്യങ്ങൾക്ക് വേണ്ടി ബാംഗ്ലൂർ പോവുകയും അങ്ങനെ വിസിറ്റിംഗ് വിസയ്ക്കായിരുന്നു. കാര്യങ്ങളെല്ലാം ചെയ്തു വന്നു, പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു ഞാൻ. പക്ഷേ സാധാരണ ആളുകളുടെ വരുന്നതിനേലും കുറേ താമസിച്ചാണ് എൻ്റെ പാസ്പോർട്ട് വന്നത്. അപ്പോൾ എല്ലാവരും പറഞ്ഞു രമ്യയ്ക്ക് വിസ അടിച്ചിട്ടുണ്ടാവുമെന്ന്. ഞാനും അങ്ങനെ തന്നെ വിചാരിച്ചു. പക്ഷേ പാസ്പോർട്ട് വന്നപ്പോൾ അതിനകത്ത് റിജക്ഷൻ ആയിരുന്നു. അപ്പം ഞാൻ അമ്മയോട് ചോദിച്ചു, അമ്മേ ഇത് റിജക്ഷൻ ആണെങ്കിൽ പിന്നെ എന്തിനാ എന്നെ ബാംഗ്ലൂരൊക്കെ വിട്ടേന്ന് ചോദിച്ചു. മറുപടി അമ്മയുടെ മുഖത്തൊരു പുഞ്ചിരി മാത്രമായിരുന്നു. അത് കഴിഞ്ഞ് പിന്നീട് ഞാൻ വീണ്ടും വർക്ക് വിസയുടെ ഇതിന് തന്നെ വെക്കാൻ പറഞ്ഞു. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഈ കഴിഞ്ഞ മാസം ഒരു നിയമം ഇറ്റലിയിൽ വന്നു എന്ന് പറഞ്ഞു. വിസിറ്റിംഗ് വിസയ്ക്ക് ചെല്ലുന്ന ആളുകൾ 6 മാസം കഴിയുമ്പം റിട്ടേൺ പോകണം, അവർക്ക് വർക്ക് വിസ ചെയ്തു കൊടുക്കത്തില്ല. അപ്പോൾ ഞാൻ അന്ന് എനിക്കത് റെഡിയായി ഞാൻ 6 ലക്ഷം രൂപ 7 ലക്ഷം രൂപയൊക്കെ മുടക്കി പോയിരുന്നെങ്കിൽ എൻ്റെ പൈസയും പോകും, എനിക്ക് ജോലിയും ഉണ്ടാവില്ലായിരുന്നു. അതെൻ്റെ അമ്മയ്ക്ക് അറിയാമായിരുന്നത് കൊണ്ടാണ് അമ്മ അത് റിജക്ഷൻ ആക്കി എന്നെ ഇവിടെ നിർത്തിയത്. അതിനുശേഷം ഞാൻ അമ്മയോട് പ്രാർത്ഥിച്ചു, അമ്മേ വർക്ക് വിസയ്ക്കാണെങ്കിൽ ഒരുപാട് പൈസ വേണം, ഇനി എനിക്ക് മെറിറ്റില്ല. ഞാൻ നേരത്തെ സാക്ഷ്യത്തിലും പറഞ്ഞിട്ട് എൻ്റെ മെറിറ്റ് കൊണ്ട് എനിക്ക് ഇന്ന് വരെ ഒന്നും കിട്ടിയിട്ടില്ല. എപ്പോഴും ഞാൻ അമ്മയോട് പ്രാർത്ഥിക്കുമ്പോൾ പറയും, നോട്ട് ബൈ മെറിറ്റ് ബട്ട് ബൈ ഗ്രേസ് ഓഫ് ദ ഗോഡ്, താങ്ക് യു ഗോഡ് എന്ന് പറഞ്ഞിട്ട് ഞാൻ അമ്മയോട് പറയും. അമ്മയ്ക്കറിയാത്ത ഒരു വിഷയങ്ങളും എനിക്കില്ല. അതുകൊണ്ട് അമ്മ എനിക്ക് വേണ്ടി ഈശോയോട് പ്രാർത്ഥിച്ചിട്ട് അനുയോജ്യമായ സമയത്ത് അനുയോജ്യമായത് എന്താണോ അതെനിക്ക് തന്നാൽ മതിയെന്നാണ് ഞാൻ പറയാറുള്ളത് അമ്മയോട്. അങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇങ്ങനെ സൗദിയിലേക്കുള്ള ഒരു ജോലിയുടെ കാര്യം വന്നു. അങ്ങനെ വന്ന സമയത്ത് ഞാൻ VFSൻ്റെ ഡേറ്റ് വന്ന സമയത്ത് അതിൻ്റെ തിങ്കളാഴ്ച എനിക്ക് ചൊവ്വാഴ്ച ഡേറ്റ് വന്നു. അപ്പം അതിൻ്റെ ഞായറാഴ്ച എനിക്ക് ഇടവക പള്ളിയിൽ വെച്ച് അച്ഛനെ കാണാനായിട്ട് ഭാഗ്യമുണ്ടായി. അപ്പം അച്ഛൻ്റെ അടുത്ത് ഞാൻ പറഞ്ഞു. അപ്പം അച്ഛൻ എൻ്റെ തലയിൽ കൈവച്ച് ഒത്തിരി പ്രാർത്ഥിച്ചു. ആ VFS ഓഫീസിൽ ബഹുമാനപ്പെട്ട ജോസഫ് അച്ഛനാണ് ഞങ്ങളുടെ പള്ളിയിലെ വികാരി അച്ഛൻ. അപ്പോൾ അച്ഛൻ അന്ന് അവിടെ യാദൃശ്ചികമായി വന്നതാണ്. അപ്പോൾ ഞാൻ ഓടിച്ചെന്ന് അച്ഛനോട് പറഞ്ഞു, അച്ഛൻ എന്നെ വിളിച്ചു പ്രാർത്ഥിച്ചു. അങ്ങനെ ഞാൻ VFSന് പോകുന്ന സമയത്ത് അവിടെ ഇരുന്ന് ജപമാല എപ്പോഴും എൻ്റെ കയ്യിലുണ്ടാവും. ഞാൻ പ്രാർത്ഥിക്കുന്ന സമയത്ത് നമ്മുടെ നേർച്ച വസ്തുവായ ഉപ്പ്, ഈ ഉപ്പ്, തേന്, തൈലം എൻ്റെ ജീവിതത്തിൽ മുന്നോട്ട് നടത്തിക്കൊണ്ടിരിക്കുന്ന എൻ്റെ ജീവിതത്തിൻ്റെ ഒരു ഭാഗം തന്നെയാണ്. എപ്പോഴും എൻ്റെ കയ്യിൽ ഈ ഉപ്പും തേനും ഈ വെഞ്ചരിൻ്റെ ഉടമ്പടി തൈലവും അത് തൊട്ട് പ്രാർത്ഥിക്കാതെ ഞാൻ പുറത്തേക്ക് പോലും ഇറങ്ങാറില്ല. കാരണം ഒരു 3 വർഷങ്ങൾക്ക് മുമ്പ് ആയിരുന്ന ഒരു ഞാനല്ല ഇപ്പോൾ ഉള്ളത്. കാരണം 3 വർഷം മുമ്പെന്ന് പറഞ്ഞാൽ നമ്മൾ പ്രാർത്ഥിക്കുന്നു, ബാക്കി ദൈവം ചെയ്തോളൂ, അങ്ങനെയൊക്കെ ഒരു രീതിയിലായിരുന്നു ഞാൻ വിശ്വസിച്ചിരുന്നത്. പക്ഷേ ഇവിടെ അമ്മ പ്രത്യക്ഷപ്പെട്ട് അച്ഛന് കൊടുത്ത മെസ്സേജ് എന്ന് പറയുന്നത് തന്നെ ദുരന്തമുണ്ടാകാൻ പോകുന്നു, പ്രാർത്ഥിക്കാനാണ് പറഞ്ഞത്. എനിക്ക് എല്ലാവരോടും പറയാനുള്ളൊരു കാര്യം, എൻ്റെ ജീവിതത്തിലേക്ക് ഒരുപാട് പ്രശ്നങ്ങൾ വരാൻ പോകുന്നുണ്ട് എന്നറിഞ്ഞ സമയത്താണ് ഞാൻ 2022 ഏപ്രിലിൽ ഇവിടെ വന്ന്, ഇതെൻ്റെ ഏട്ടത്തിയമ്മയാണ്, ഞാനും ഏട്ടത്തിയമ്മയും കൂടി വന്നാണ് ഇവിടെ ഇരുന്ന് ഉടമ്പടി എടുത്തത്. അന്ന് തൊട്ട് എൻ്റെ മാതാവ്, കുഞ്ഞിലേ തൊട്ട് എൻ്റെ മാതാവിനോട് എനിക്ക് ഭയങ്കര ഒരു പ്രത്യേക ഇഷ്ടമുണ്ട്. ഒരു യാക്കോബ് ഇതിൽ ജനിച്ച ഒരാളാണ് ഞാനെങ്കിലും എനിക്കൊരു അറിവ് കിട്ടിയ പ്രായം തൊട്ടിട്ട് ജപമാല ചൊല്ലാനും മാതാവിനെ സ്വപ്നം കാണുകയും ഒക്കെ ചെയ്യുന്ന ഒരാളാണ്. അങ്ങനെ ഈ കൃപാസനത്തിൽ 10-17 വർഷമായിട്ട് ഞാൻ ഇവിടെ വരുന്നുണ്ട്. അമ്മേനോട് എന്തോ ഒരു ഭയങ്കര ആകർഷണമാണ്. ഞാൻ എന്തെങ്കിലും ഒരു വിഷമം വരുമ്പോൾ ഞാൻ ഇങ്ങനെ പറയും, ഞാൻ അമ്മയുടെ അടുത്ത് പോകുകയെന്ന് പറയുമ്പം ചിലരെന്നോട് ചോദിക്കും വീട്ടിൽ പോകുവാണോ എന്ന്. ഞാൻ പറയും അതെ, എൻ്റെ വീട്ടിലേക്കാണ് ഞാൻ പോകുന്നത്, എൻ്റെ അമ്മയുടെ അടുത്തോട്ടാണ് പോകുന്നതെന്ന് പറയും. ഞാനിവിടെ വന്ന് എവിടെയെങ്കിലും ഒരു സ്ഥലത്തിരിക്കും, മാസ്ക് വെച്ചിരുന്നിട്ട് ഞാൻ ഒത്തിരി കരഞ്ഞിട്ടുള്ള സമയങ്ങളൊക്കെ ഉണ്ട്. അതായത് ആരും കാണാതിരിക്കാൻ, എൻ്റെ അമ്മ മാത്രം കണ്ടാൽ മതിയെന്ന് വിചാരിച്ച് ഞാൻ കരഞ്ഞു പ്രാർത്ഥിക്കും. ഞാൻ ഈ വിദേശ ജോലിയൊന്നും മനസ്സിൽ പോലും വിചാരിക്കാത്ത കാര്യങ്ങളായിരുന്നു. എനിക്ക് അമ്മ ഉടമ്പടി നിയോഗത്തിലൂടെ ഒരു ഭവനം തന്നിരുന്നു. അന്ന് എനിക്കൊരു നല്ല സാലറി ഉള്ള ജോലി ഉണ്ടായിരുന്നു. ചില സാഹചര്യങ്ങൾ കൊണ്ട് ആ ജോലി നഷ്ടപ്പെട്ടപ്പോൾ, അതായത് ഞാൻ എൻ്റെ മെറിറ്റിൽ നിന്നപ്പോഴാണ് എൻ്റെ ജോലി നഷ്ടപ്പെട്ടത്. അങ്ങനെ നിന്ന് കഴിഞ്ഞ് പിന്നെ എനിക്ക് ലോണ് കാര്യങ്ങൾ അടയ്ക്കാൻ പറ്റാത്തൊരു സാഹചര്യം വന്നു. ലോണ്
അന്ന് ഞാനിവിടെ ഒരു സാക്ഷി പറഞ്ഞിരുന്നു, ലോണ് മുടങ്ങിയ സമയത്ത് ബാങ്കുകാർ വന്നതിന് ശേഷം അച്ഛൻ എനിക്കൊരു വെഞ്ചരിച്ച കാശുരൂപം തന്നിരുന്നു. ആ കാശുരൂപം ഞാൻ എൻ്റെ വീടിൻ്റെ മുറ്റത്ത് സ്ഥാപിക്കുകയും വെഞ്ചരിച്ച ഉപ്പ് വീടിന് ചുറ്റും ഒരു ദിവസം പോലും മുടങ്ങാതെ വിശ്വാസ പ്രമാണം ചൊല്ലി ആ വീടിന് ചുറ്റും ആ ഉപ്പിട്ട് പ്രാർത്ഥിക്കാൻ തുടങ്ങിക്കഴിഞ്ഞപ്പം നിങ്ങൾക്ക് കേട്ടാൽ വിശ്വസിക്കുമെന്ന് എനിക്കറിയില്ല, ഈ 2.5 വർഷം എങ്ങനെയാണ് ഞങ്ങളുടെ ലോണും കാര്യങ്ങളും അടഞ്ഞു പോയെന്ന് ഞങ്ങൾക്ക് പോലും അറിയില്ല. കാരണം അത്രവിധ അത്ഭുതകരമായിട്ട് ഓരോ വ്യക്തികളെ ദൈവം ഞങ്ങളുടെ മുമ്പിലേക്ക് എത്തിച്ചു തരികയായിരുന്നു. 8-ാം തീയതി അല്ലെങ്കിൽ 9-ാം തീയതി ലോൺ അടയ്ക്കണം, 8-ാം തീയതി വരെയും ചിലപ്പോൾ ഒരു മാർഗവും ഉണ്ടാവില്ല. പക്ഷേ അമ്മയോട് ഞാൻ പറയും, അമ്മേ എന്നെ നാണം കെടുത്തരുത്, എൻ്റെ അമ്മ എനിക്കൊരു മാർഗം കാണിക്കണം എന്ന് പറയുമ്പോൾ ആ സമയമാകുമ്പോൾ, അന്ന് ഉച്ച സമയമാണെങ്കിൽ ചിലപ്പോൾ അന്നായിരിക്കും ആ സമയത്ത് ഒരു വഴി. അതിന് എൻ്റെ ഏട്ടത്തിയമ്മ എനിക്ക് വേണ്ടി ഒരുപാട് പ്രാർത്ഥിച്ചിട്ടുണ്ട്, അവർ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. പല വ്യക്തികൾ ഞാൻ ജീവിതത്തിൽ ഒരിക്കലും കാണാൻ പോലും സാധ്യതയില്ലാത്ത വ്യക്തികളിലൂടെയൊക്കെയാണ് അമ്മ എനിക്ക് വേണ്ടി പ്രവർത്തിച്ചിട്ടുള്ളത്. അമ്മ ഞാൻ എവിടെ പോയാലും ഞാൻ ഇറങ്ങാൻ നേരത്ത് പറയും, അമ്മേ ഈശോനെയും കൂടി കൂട്ടി എൻ്റെ കൂടെ വന്നേക്കണം. ഒരു ബസ്സിൽ കയറിയാലും ഒരു വണ്ടിയിൽ യാത്ര ചെയ്താലും ഒക്കെ ഒരു സ്പേസ് ഞാൻ അമ്മയ്ക്ക് വേണ്ടിയിട്ട് ഇടും. അങ്ങനെ ബസ്സിലൊക്കെ വെച്ച് എനിക്ക് അമ്മയുടെ സാന്നിധ്യം വേറെ ആളുകളായിട്ട് എൻ്റെ മുമ്പിൽ വന്ന് അമ്മ എൻ്റെ കൂടെ യാത്ര ചെയ്തിട്ടുണ്ട്. എൻ്റെ വീട്ടിലെപ്പോഴും ഞാൻ ഒറ്റയ്ക്ക് ജോലി ചെയ്യുമ്പം എൻ്റെ മുറിയിൽ ഒരാൾ അങ്ങോട്ടും ഇങ്ങോട്ടും മാറും. അത് എനിക്കറിയാം, സുഗന്ധാഭിഷേകം പ്രാർത്ഥിക്കുന്ന തിരിയിൽ അമ്മ വരുന്നു ഇങ്ങനെ. അപ്പോൾ ഞാൻ എപ്പോഴും ഈ ജോലി തടസ്സങ്ങൾ നേരിടുമ്പോൾ ഞാൻ പറഞ്ഞു, എനിക്ക് മനസ്സിലായി ഞാൻ കുറച്ചും കൂടിയൊക്കെ റെഡിയാകാനുണ്ട്, അത് റെഡിയായി കഴിയുമ്പോൾ എനിക്ക് തരും. അങ്ങനെ ഞാൻ എൻ്റെ കാരുണ്യ പ്രവൃത്തികളും എൻ്റെ പ്രാർത്ഥനകളും ഒക്കെ ആയിട്ട് മുന്നോട്ട് പോയി. പേപ്പർ കാര്യങ്ങളൊക്കെ കൊടുക്കുകയെല്ലാം ചെയ്തു. അപ്പം പല സാഹചര്യങ്ങൾ, എൻ്റെ മോള് നേഴ്സിംഗ് പഠിക്കുവാണ്, മോൾക്ക് 1 രൂപ ലോണ് പോലും കിട്ടിയില്ല. 10 ലക്ഷം രൂപയാണ് അവളുടെ നേഴ്സിംഗ് ഫീസ് എന്ന് പറയുന്നത്. 3-ാമത്തെ വർഷമാണ് എൻ്റെ മോള് പഠിക്കുന്നത്. ഈ 3 വർഷവും ലോണില്ലാതെയാണ് ഫീസ് അടച്ചിരിക്കുന്നത്. എല്ലാവരും ചോദിക്കും ഇതെങ്ങനെയാണ് സംഭവിച്ചത്. ചിലർ പറയുന്നുണ്ട് ആരോ അവരെ സഹായിക്കുന്നുണ്ട്, ആരോ അവർക്ക് രഹസ്യത്തിൽ സഹായം ചെയ്തു കൊടുക്കുന്നുണ്ടെന്നൊക്കെ പറയും. അതെ, ശരിയാണ്. എനിക്ക് രഹസ്യത്തിൽ എന്നെ സഹായിക്കുന്നത് എൻ്റെ അമ്മയാണ്. എൻ്റെ അമ്മ ഈശോയോട് പറഞ്ഞിട്ടാണ് എനിക്ക് സഹായങ്ങൾ വാങ്ങിച്ചു തരുന്നത്. എനിക്കത് പറയുമ്പോൾ ഞാൻ വികാരമായി പോകുമെന്ന് എനിക്കറിയില്ല. പല സാഹചര്യങ്ങൾ, തെറ്റിദ്ധരിക്കപ്പെടുന്ന സാഹചര്യങ്ങൾ, ഒറ്റപ്പെടുത്തലിൻ്റെ സാഹചര്യങ്ങൾ, നമ്മുടെ പേരിന് കളങ്കം വരുത്തുന്ന രീതിയിലെല്ലാം ഓരോ മനുഷ്യരിടപെട്ടപ്പോഴും ഞാൻ അമ്മയോട് പറഞ്ഞു, അമ്മേ ഞാനത് അറിഞ്ഞിട്ടില്ല, ഞാനത് ചെയ്തിട്ടില്ല. ഉടനെ തന്നെ അമ്മ അതിനകത്ത് ഒരാളെ നിയോഗിക്കും. ആ ആൾ വഴി ആ സത്യങ്ങളെല്ലാം പുറത്തു വരും. അങ്ങനെ എനിക്ക് വേണ്ടിയിട്ട് എൻ്റെ മരണം വരെ ഞാൻ ഉടമ്പടിയിലായിരിക്കുമെന്ന് കഴിഞ്ഞ സാക്ഷ്യത്തിൽ ഞാനിവിടെ പറഞ്ഞതാണ്. അപ്പോൾ ഞാൻ അത്രയേറെ വിഷമിച്ചെങ്കിലും ഇത്രയേറെ ബാധ്യതകൾ ഉണ്ടായിരുന്നപ്പോഴും എനിക്കൊരു രോഗം വന്നപ്പോഴും, അത് ഞാൻ പറഞ്ഞ സാക്ഷ്യമാണ്, എപ്പോഴും അമ്മ എൻ്റെ കൂടെ. എനിക്കറിയില്ല ഇത്രയേറെ അമ്മ എന്നെ എന്തുകൊണ്ട് സ്നേഹിച്ചു എന്ന് ഞാൻ എപ്പോഴും അമ്മയോട് ചോദിക്കാറുണ്ട്. കാരണം ഭൂമിയിൽ ആരും ഇല്ലാത്തവർക്ക്, ഒറ്റപ്പെട്ടു പോയവർക്ക്, ദുരന്തങ്ങൾ വന്ന് എന്ത് ചെയ്യണമെന്ന് അറിയാൻ മേലാതെ നിൽക്കുമ്പോൾ നിങ്ങളാരും ഭയപ്പെടേണ്ട, ഈ അമ്മയെ നോക്കുക. അമ്മ പറയുന്ന എന്താണോ അമ്മ പറഞ്ഞത് അതുപോലെ, അവൻ പറഞ്ഞതുപോലെ ചെയ്യുക. നിങ്ങളുടെ ജീവിതത്തിൽ എന്ത് വലിയ പ്രശ്നമായിരുന്നാലും അത് മനുഷ്യർക്ക് ആർക്കും നമ്മളെ സഹായിക്കാൻ സാധിക്കില്ല. മനുഷ്യരിൽ ആശ്രയിക്കരുത്, രക്ഷ തരാൻ കഴിയാത്ത മനുഷ്യരിൽ അഭയം തേടരുതെന്ന് സങ്കീർത്തനത്തിൽ പറയുന്നത് പോലെ മനുഷ്യരെ വിശ്വസിക്കരുത്, അവർ അവസാന നിമിഷം നമ്മളെ ചതിക്കും. പക്ഷെ അമ്മ നല്ല വഴിയാണെങ്കിൽ സമയമെടുത്താണെങ്കിലും നമ്മളെ നടത്തും എന്നുള്ളൂ എന്നോടൊരു വലിയ സാക്ഷിയാണ് ഞാൻ ചെയ്തതെന്ന് പറഞ്ഞാൽ ഒരുപാട് വലിയ സംഭവങ്ങൾ ഞാൻ വളരെ ശാന്തമായ അമ്മയ്ക്കും ഈശോയ്ക്കും വിട്ടുകൊടുത്തുകൊണ്ട് ഞാൻ പറഞ്ഞു, എനിക്ക് കഴിവില്ല, എൻ്റെ കൂടെയുള്ള ആർക്കും ഇനി എന്നെ സഹായിക്കാൻ സാധിക്കില്ല, നീ മാത്രമേ ഉള്ളൂ എന്ന് പറഞ്ഞ് എന്നെ വിട്ടുകൊടുത്തുകൊണ്ട് പ്രാർത്ഥിച്ചു. കഴിഞ്ഞ മാസം ഞാനിവിടെ പുതുക്കാൻ വന്ന സമയത്ത് ഞാനിവിടെ ലൈനിൽ നിന്നപ്പോഴും വച്ചപ്പോഴും എല്ലാം ഞാനിവിടെ നിന്ന് ചൊല്ലി, അച്ഛൻ പറയുന്ന പോലെ വിശ്വാസ പ്രമാണം വായ കൊണ്ടല്ല ഹൃദയം കൊണ്ടാണ് ചൊല്ലേണ്ടതെന്ന്. അന്ന് ഞാൻ ചൊല്ലിയ വിശ്വാസ പ്രമാണത്തിന് കണക്കില്ലായിരുന്നു ഇവിടെ നിന്ന്. അന്ന് ഒരിക്കലും ചെയ്യാത്തത്രയും ഞാൻ ചൊല്ലിയിട്ടുണ്ട്. ഞാൻ എവിടെ നിന്നിട്ട് ഞാൻ ഇങ്ങനെ അവിടെ വന്നൊന്ന് നോക്കും, അമ്മേ ഞാൻ വന്നിട്ടുണ്ട് കേട്ടോ, പോകാൻ നേരത്ത് ഞാൻ പറയും, അമ്മേ എല്ലാം ഏൽപ്പിച്ചിട്ടുണ്ട്, ഞാൻ പോവുകയാണ്, ഇനി ഞാൻ വരുമ്പോഴേക്കും എന്നെ കാത്തേക്കണം എന്ന് പറയും.
അമ്മ അത് അതേപോലെ തന്നെ ഒരു ചതിയിലോ വഞ്ചനയിലോ ഒന്നും വീഴിക്കാതെ നമ്മളുടേതായ തെറ്റുകൊണ്ട് എന്ത് സംഭവിച്ചിട്ടും അമ്മ അതിൽ നിന്നെല്ലാം കറക്കി നമ്മളെ രക്ഷപ്പെടുത്തി കൊണ്ടുവരും. ആരൊക്കെ നമ്മൾ ഉപദ്രവിക്കാനിരുന്നാലും അമ്മ ഒരിക്കലും, അത് ഉടമ്പടിയുടെ സംരക്ഷണമാണ്. അതിനകത്ത് അച്ഛൻ ഇന്ന് രാവിലെ ഡെയിലി ബ്രെഡിലും പറഞ്ഞത് അതാണ്, താൻ പാതി ദൈവം പാതി എന്ന് പറഞ്ഞിരിക്കുന്നതല്ല, ആ പാതി ഇല്ലാത്തവർക്കും വേണ്ടതെന്ന് ചോദിച്ചാൽ അതുപോലെ തന്നെ ഇതൊരു മാർഗവും ഇല്ലാത്തവർക്ക് നമ്മളെ രക്ഷിക്കാൻ വേണ്ടി ദൈവം, ഞാൻ കഴിഞ്ഞ സാക്ഷ്യത്തിൽ പറഞ്ഞ പോലെ സ്വർഗത്തിൽ നിന്ന് ഇറക്കിയ മന്ന തന്നെയാണ്. അതുപോലെ എനിക്ക് സ്വപ്നത്തിൽ എന്ത് കാര്യങ്ങളുണ്ടായാലും ജോസഫ് അച്ഛൻ സ്വപ്നത്തിൽ പ്രത്യക്ഷപ്പെടും. ഇപ്പം എൻ്റെ ഈ ജോലിക്കാരും വന്നപ്പോൾ എൻ്റെ ഒരു സുഹൃത്തിന് അച്ഛൻ പ്രത്യക്ഷപ്പെട്ടിട്ട് പറഞ്ഞു എന്ന് പറഞ്ഞ്, എടാ അവൾ പോവുകയാണല്ലോ, അവൾ ഇങ്ങനെ ജോലി കിട്ടി പോവുകയാണല്ലോ, നിൻ്റെ കാര്യമൊക്കെ എന്തായെന്ന് അച്ഛൻ ചോദിച്ചെന്ന്. അവൻ എന്നെ വിളിച്ചിട്ട് പറയുകയാണ്, ചേച്ചി ഞാൻ അത്ഭുതപ്പെട്ടു പോയി എന്ന്. അച്ഛൻ പള്ളി വന്നപ്പോൾ ഒരിക്കൽ എന്നോട് പറഞ്ഞിരുന്നു, ഇന്ന് പരിശുദ്ധ കുർബാനയിൽ നിൻ്റെ കാര്യം ഞാൻ പ്രാർത്ഥിച്ചിട്ടുണ്ട് മകളെ എന്ന്. അച്ഛൻ എനിക്ക് വേണ്ടി ഒത്തിരിയും പ്രാർത്ഥിച്ചിട്ടുണ്ട്. പിന്നെ ഞാൻ പ്രാർത്ഥനാ ജീവിതം, ഞാൻ വചനങ്ങൾ എഴുതും. എനിക്കൊണ്ട് പറ്റുന്ന രീതിയിൽ എല്ലാ ആളുകളിലേക്ക് പരിശുദ്ധ അമ്മയുടെ സാന്നിധ്യവും എനിക്ക് കിട്ടി. എൻ്റെ ജീവിതം തന്നെ സാക്ഷ്യമാണ്. എൻ്റെ ജീവിത സാക്ഷ്യങ്ങൾ, എനിക്ക് കിട്ടിയ അനുഗ്രഹങ്ങൾ, അച്ഛൻ്റെ പ്രാർത്ഥനകൾ, ഡെയിലി ബ്രെഡ്, ഇതെല്ലാം ഷെയർ ചെയ്ത് കൊടുക്കും. ഒരു ചെറിയ അവസരം ആരെങ്കിലും എന്നോടൊരു രോഗം പറഞ്ഞാൽ ഞാൻ ആ രോഗം ഒരു ദുരിതമായിട്ട് കേട്ടോണ്ടിരിക്കാറില്ല. ഞാൻ പറയുന്നത് എന്താണ്, നിങ്ങൾ ഉടമ്പടി എടുക്കണം. ഉടമ്പടി എടുത്ത് മാതാവിനോട് പറഞ്ഞാൽ മതി. നിങ്ങൾ മനുഷ്യരോട് ഈ പറഞ്ഞു നടക്കുന്ന സമയത്ത് നിങ്ങളത് ദൈവത്തോട് പറ, പരിശുദ്ധ അമ്മയോട് പറ, നിങ്ങൾ കൃപാസനത്തിൽ പോയി പ്രാർത്ഥിക്കുമെന്ന് ഞാൻ പറയും. എനിക്കൊരു ഫ്രണ്ട് ഉണ്ടായിരുന്നു, പുള്ളിക്കാരത്തിയുടെ ജീവിതത്തിലെ ഡിവോഴ്സിൻ്റെ കേസുകൾ പറയുമ്പോൾ ഞാൻ ഇങ്ങനെ ഇരിക്കും. അപ്പോൾ അതെന്നോട് ചോദിച്ച്, ചേച്ചി എന്താ ഒന്നും റിപ്ലൈ പറയാത്തതെന്ന്. ഞാൻ പറയും, ഞാനല്ല അതിന് സംസാരിക്കേണ്ടത്. ഞാൻ അത് കേട്ട് നിങ്ങൾക്ക് സന്തോഷം തോന്നുന്ന ഒരു മറുപടി തന്നതുകൊണ്ട് അതിനൊരു പരിഹാരമില്ല. നിങ്ങളത് ദൈവത്തോട് പറയുവാണെങ്കിൽ ദൈവം അതവിടെ എഴുതി ചേർക്കും. നിങ്ങൾ പ്രാർത്ഥിച്ചാൽ മാത്രം മതി. നമ്മളെ വിട്ടുകൊടുത്ത് പ്രാർത്ഥിക്കാൻ ഞാൻ പറയും. അതേപോലെ രോഗികൾ പറയുമ്പോഴും ഞാൻ ആദ്യം ഇതാ പറയുക, നിങ്ങൾ കൃപാസനത്തിൽ പോയായിരുന്നോ, ഉടമ്പടി എടുത്തിട്ടുണ്ടോ എന്ന് ചോദിക്കും. അപ്പോൾ അവരില്ല, ഉടമ്പടി എടുത്തിട്ടില്ല, പത്രമൊക്കെ കിട്ടിയിട്ടുണ്ട്. അപ്പം ഞാൻ പറയും, പത്രം കിട്ടിയിട്ട് അത് അറിവ് നമുക്ക് ദൈവം തന്ന ഒരു മെസ്സേജാണ്. അപ്പം നിങ്ങൾ പോയി പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ നിങ്ങളങ്ങനെ മാറിയവർ എന്നോട് പറയും, സാക്ഷ്യം പറയാമെന്ന് പറയും. ഉടമ്പടി എടുത്തവരുണ്ട്, ഞാൻ പറഞ്ഞിട്ട് ഇവിടെ വന്ന് ഉടമ്പടി എടുത്തവരൊക്കെ ഉണ്ട്. അങ്ങനെ ഭർത്താവ് വിദേശത്ത് പോയ ആൾക്കാരൊക്കെ ഉണ്ട്. അപ്പോൾ ഞാനിങ്ങനെ എൻ്റെ അടുത്ത് അത് പറയുമ്പോൾ ഞാൻ ഇങ്ങനെയാണ് പറയുക. പിന്നെ എനിക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ട്, ഞാൻ ഈ ചേട്ടത്തിയോട് എല്ലാ കാര്യങ്ങളും ഷെയർ ചെയ്യുന്ന ഒരാളാണ്. ചേട്ടത്തി നല്ലപോലെ പ്രാർത്ഥിക്കുന്ന ഒരാളാണ്. അപ്പോൾ ചേട്ടത്തി എൻ്റെ നിയോഗം വെച്ചിട്ട് മാതാവിനോട്, മാതാവേ അവൾ ഉടമ്പടി എടുത്തിരിക്കുന്നതല്ലേ, മാതാവ് കാത്തുവെക്കണേ, അവളെ നോക്കിയേക്കണേ എന്നൊക്കെ ചേട്ടത്തി പറയും മാതാവിനോട്. അങ്ങനെ ഞങ്ങൾ മാതാവിനോടും ഈശോയോടുമാണ് കമ്മ്യൂണിക്കേഷൻ ചെയ്യുക. ഞാൻ ഒരു അനാവശ്യ ടോക്കുകൾക്ക് ഇരിക്കുകയോ അല്ലെങ്കിൽ അനാവശ്യമായിട്ട് മറ്റുള്ള കാര്യങ്ങൾക്കോ അധികം സമയം ഇതാക്കാറില്ല. പിന്നെ ഇതൊക്കെയാണ് ഞാൻ ചെയ്യുന്നത്. ഈ ഉടമ്പടി പ്രാർത്ഥന എവിടെ പോയാലും മുടക്കാറില്ല. എത്ര നേരത്തെ എവിടെ പോകണം, രാവിലെ തന്നെ എഴുന്നേറ്റ് അച്ഛൻ്റെ ഡെയിലി ബ്രെഡ്, ഇപ്പോൾ രാവിലെ എന്തെങ്കിലും കേസിൽ എന്തെങ്കിലും കേൾക്കാൻ പറ്റില്ലെങ്കിൽ അത് ഇടസമയത്ത് അത് കേട്ട് പ്രാർത്ഥിക്കും. അച്ഛൻ്റെ ധ്യാനങ്ങൾ കൂടും. അച്ഛൻ എപ്പോഴും ഞാൻ വിഷമസന്ധിയിൽ അച്ഛൻ്റെ ഇത് ഓപ്പൺ ചെയ്താൽ അച്ഛൻ അതിനകത്ത് എനിക്കുള്ള മെസ്സേജ് അതിനകത്ത് ഉണ്ടാവും. അപ്പം ഞാൻ വിചാരിക്കും, അത് ശരിയാണല്ലോ, അതെന്താ ഞാൻ അങ്ങനെ ചിന്തിക്കാതിരുന്നത്, അച്ഛൻ പറഞ്ഞപ്പോഴാണല്ലോ എനിക്ക് മനസ്സിലായത്. അങ്ങനെ എനിക്കൊരു മെസ്സേജ് അച്ഛനിലൂടെയാണ് എനിക്ക് തോന്നുന്നത് കൂടുതലും എന്നോട് മാതാവ്, എനിക്ക് നേരിട്ട് കാണാൻ പറ്റാത്തപ്പോഴൊക്കെ അച്ഛൻ എൻ്റെ സ്വപ്നത്തിൽ വന്നിട്ട് എന്നോട് സംസാരിച്ചിട്ട് പോകും. അപ്പോൾ ഒരിക്കൽ എനിക്ക് എന്നെക്കുറിച്ച് വെറുതെ ഇങ്ങനെ ഓരോ കാര്യങ്ങൾ പറയുന്നപ്പോൾ ഞാൻ സ്വപ്നത്തിൽ ഇങ്ങനെ അവരെന്നെ എവിടെയോ വിളിച്ചുകൊണ്ട് പോകുമ്പം അച്ഛൻ ഓടി വന്നിട്ട് എന്നോട് പറയുകയാണ്, നീ എവിടെ പോകുന്നു, നീ ഇവിടെ വാന്നും പറഞ്ഞ് എന്നെ വിളിച്ച് അച്ഛൻ ഒരു പള്ളിയുടെ അകത്തേക്ക് ആക്കി തന്നിട്ട് അച്ഛൻ പോയി. അപ്പം ഞാൻ ഓർക്കും, ഏതോ ഒരു അപകടം വരാനിരുന്നത് സ്വപ്നത്തിലൂടെ അച്ഛൻ വന്ന് എനിക്കത് മാറ്റി തന്നതായിട്ടാണ് ഞാൻ വിശ്വസിക്കുന്നത്. അങ്ങനെ അച്ഛൻ്റെ ബ്ലെസ്സിങ് കിട്ടാനുള്ള ഭാഗ്യം എനിക്കുണ്ടായി. പിന്നെ പ്രേക്ഷിത പ്രവർത്തനങ്ങളായിട്ട് ഞാൻ ചെയ്യുന്ന ഇതാണ്, നമ്മുടെ പേപ്പർ ഇവിടെ നിന്ന് വാങ്ങിച്ചു കഴിഞ്ഞാൽ 2 മാസം മുമ്പ് വേളാങ്കണ്ണി പോയിരുന്നു. അപ്പോൾ തമിഴ് പത്രം വാങ്ങിച്ചിട്ട് അവിടെ എല്ലാം കൊണ്ടേ കൊടുത്തിരുന്നു. ഒത്തിരി ആളുകൾക്ക് കൊടുക്കുകയും മാതാവിനെക്കുറിച്ച് പറയുകയും ചെയ്തിരുന്നു. അതേപോലെ എവിടെയെങ്കിലും പോവുകയാണെങ്കിൽ അങ്ങനെ മേടിച്ചുകൊണ്ടേ കൊടുക്കും. അല്ലെങ്കിൽ നമ്മൾ ഇവിടെ നിന്ന് മേടിച്ച് പേപ്പറുകൾ വിതരണം ചെയ്യുക. പിന്നെ പൊതിച്ചോറ്, കൂടുതലും പൊതിച്ചോറ് കാര്യങ്ങളൊക്കെ കൊടുക്കുക, വിശന്നിരിക്കുന്ന ആളുകൾക്ക് കൊടുക്കുക. പിന്നെ ഈ രോഗത്തിലൊക്കെ കഴിയുന്ന ആൾക്കാർക്ക് ചെറിയ ചെറിയ സാമ്പത്തിക സഹായങ്ങൾ. നമ്മളെപ്പോഴും ചിന്തിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ,
നമുക്ക് പൈസ ഇല്ലല്ലോ, ഒരു 1000 രൂപയെങ്കിലും ഇല്ലാണ്ട്. അങ്ങനെ ഒരിക്കലും നമ്മൾ ചിന്തിക്കരുത്. 1000 രൂപ നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ അതിനകത്തുനിന്ന് ഒരു 200 രൂപയെങ്കിലും നമ്മൾ കൊടുത്തു നോക്ക് നിങ്ങൾ. അപ്പം നിങ്ങൾക്ക് 2000-ൻ്റെ സഹായം വേറെ വഴിയിൽ നിന്ന് ഈശോ തരും. അതെൻ്റെ അനുഭവം വെച്ചിട്ട് ഞാൻ പറയാം. പലരും അങ്ങനെയാണ്, പൈസ ഇല്ലല്ലോ എന്ന് പറയും. പക്ഷെ അങ്ങനെ ഒരിക്കലും നമ്മൾ തന്ന കാര്യങ്ങൾക്കാണ് നന്ദി പറയേണ്ടത്. ഈശോയോട് എപ്പോഴും പണ്ടൊക്കെ ഞാനിങ്ങനെ ഇവിടെ വന്ന് അധികം നിയോഗമൊന്നും ഞാൻ വെക്കാറില്ല. ഞാൻ ഈ ഒരു കാര്യം പറയാം, അമ്മ ഇന്നത് ഞാൻ പറഞ്ഞിട്ടുണ്ട്, അമ്മ നോക്കിയിട്ട് അത് ചെയ്തു തന്നാൽ മതി എന്ന് പറഞ്ഞിട്ട് ഞാൻ രോഗികൾക്ക്, പിന്നെ അതുപോലെ തന്നെ വിധവകൾ, അങ്ങനെയൊക്കെ കുറേയൊക്കെ എഴുതി വെക്കാറ്. അപ്പം മാതാവിന് ഞാൻ ഇങ്ങനെ ആലോചിച്ചു, നമുക്ക് തന്നതിന് എന്തുകൊണ്ട് നമ്മൾ നന്ദി പറയുന്നില്ല? നമ്മൾ നന്ദി പറയാതെ തരാത്തതിനെക്കുറിച്ച് ഇങ്ങനെ നോക്കിയിരിക്കുന്ന ആളുകളാണ്. അപ്പോൾ അതുകൊണ്ട് നന്ദി ഇന്ന് തൊട്ട് നമ്മൾ തന്നതിന് നന്ദി പറഞ്ഞാൽ തരാൻ പോകുന്നത് ദൈവം അതിനേലും വലുതായിരിക്കും. അച്ഛൻ പറയുന്നത് പോലെ കാര്യസാധ്യത്തിന് വേണ്ടിയല്ല, നിത്യതയ്ക്ക് വേണ്ടിയാണ് നമ്മൾ ഈ ഉടമ്പടിയിൽ നിലനിൽക്കേണ്ടത്. ഇതിന് ശേഷവും നമുക്ക് ദൈവം ഒരു ജീവിതമുണ്ട്, അത് നമ്മൾ മനസ്സിലാക്കണം. വാശിയും വൈരാഗ്യവും ദേഷ്യവും മറ്റുള്ളവരെ താഴ്ത്തി അങ്ങനെ നമ്മൾ ഉടമ്പടിയിലായ കുറേ കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കണം. ഈശോയ്ക്ക് ഇഷ്ടമില്ലാത്ത കാര്യങ്ങൾ കൂടുതൽ ചെയ്യാതിരിക്കുക, ആ സാഹചര്യങ്ങളിൽ നിന്ന് മാറി നിൽക്കുക. ഇതൊക്കെയാണ് ഞാൻ കൂടുതലായിട്ട് ചെയ്തത്. പിന്നെ വചനങ്ങൾ എഴുതും. ഇപ്പോൾ യേശയ്യാ പ്രവാചകന്റെ പുസ്തകം 41:13, നിൻ്റെ ദൈവമായ കർത്താവായി ഞാനാണ് നിൻ്റെ വലതുകരം പിടിച്ചിരിക്കുന്നത്, ഞാൻ നിന്നെ സഹായിക്കും. അതെന്നെ ഭയങ്കര സ്ട്രൈക്ക് ചെയ്തൊരു വചനമായിരുന്നു. കാരണം ഞാൻ ഓർത്തു, ഞാൻ ആരുടെ കയ്യിലാണ് പിടിക്കണ്ടേ? ഈശോയുടെ എൻ്റെ അമ്മയുടെയും കയ്യിലല്ലേ പിടിക്കണ്ടേ? വേറെ ആരുടെ കയ്യിൽ പിടിച്ചാലും അവർ ആ കൈ കുടഞ്ഞു നമ്മളെ ഉന്തിയിട്ടിട്ട് പോകും. ആ വചനം അന്ന് കേട്ടിട്ട് അന്ന് തൊട്ട് ഞാൻ ഇങ്ങനെ എഴുതാൻ തുടങ്ങി. പിന്നെ എനിക്ക് കുറേ കാര്യങ്ങൾ ഒരു കാര്യങ്ങൾ വരാൻ പോകുമ്പോഴത്തേനും അമ്മ എനിക്കിങ്ങനെ മുൻകൂട്ടി പറഞ്ഞു തരും, ഇന്നതുപോലെ വരും, ഇന്നതുപോലെ. അത് കറക്റ്റായിരിക്കും. ഞാനത് വീട്ടിൽ പറയുകയും ചെയ്യും, ഇത് കറക്റ്റാണ്, ഇത് നടക്കും കേട്ടോ, ഇത് മാതാവ് പറഞ്ഞേക്കണ കാര്യമാണെന്ന് പറഞ്ഞിട്ട്. അല്ലാത്ത കാര്യം നോക്കുമ്പോൾ മാതാവിൻ്റെ മുഖത്തൊരു ചിരിയുണ്ട്. ഞാൻ ഇവിടെ നിന്നൊരു മാതാവിൻ്റെ സ്റ്റാച്ചു വാങ്ങിച്ചുകൊണ്ട് പോയിട്ടുണ്ട്. അപ്പം നോക്കും ഞാൻ, അപ്പോൾ മാതാവ് അനങ്ങത്തില്ല. വേറെ നല്ല എന്തെങ്കിലും നടക്കുന്ന നല്ല കാര്യമാണ് എന്നെ നോക്കി പുഞ്ചിരിക്കും. എനിക്കത് അപ്പോൾ അങ്ങനെ മാതാവിൻ്റെ മുഖത്ത് നോക്കുമ്പോൾ എനിക്ക് മനസ്സിലാവും മാതാവിന് അത് ഇഷ്ടപ്പെട്ട കാര്യമാണെന്ന്. ഇപ്പോൾ ഈ കാര്യമൊക്കെ പറഞ്ഞപ്പോഴും മാതാവിൻ്റെ മുഖത്ത് ആ പ്രസന്നത ഞാൻ കണ്ടതാണ്. അതൊക്കെയാണ് എൻ്റെ പ്രാർത്ഥനാ ജീവിതം. വചനം എഴുതുക, വചനങ്ങൾ ഷെയർ ചെയ്യുക, പ്രാർത്ഥന ഷെയർ ചെയ്യുക, ഇതൊക്കെയാണ്. പിന്നെ എൻ്റെ പ്രേക്ഷിത പ്രവർത്തനം, പേപ്പർ കൊടുക്കുക, അങ്ങനെ മറ്റുള്ളവരെ സഹായിക്കൽ, കാര്യങ്ങളൊക്കെയാണ്. കുർബാന, നിത്യവും കുർബാന, എല്ലാ ദിവസവും അടുത്തുള്ള പള്ളികളിൽ പോയി കുർബാന കാണും. പിന്നെ ഒരു പ്രത്യേക കാര്യമുണ്ട്, ആത്മാക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന. പള്ളികളിൽ പോകുമ്പോൾ എല്ലാ സെമിത്തേരിയും സന്ദർശിച്ചിട്ട് മരിച്ചവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാറുണ്ട്. അതൊക്കെയാണ് എൻ്റെ ആത്മീയ ജീവിതം എന്ന് പറയുന്നത്. ഇനിയും എൻ്റെ മരണം വരെ, എൻ്റെ കുടുംബത്തിൻ്റെയും മരണം വരെയും ഈ ഉടമ്പടിയിൽ ഉറച്ചു നിൽക്കാനും പരിശുദ്ധ അമ്മ വഴി ഈശോയിലേക്ക് നടക്കാനും തന്നെയാണ് ഞങ്ങൾ തീരുമാനിച്ചിരിക്കുന്നത്. അമ്മ എനിക്ക് ഈശോ വഴി ചെയ്തു തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും ഒത്തിരി നന്ദി പറയുന്നു. വിശുദ്ധ പൗലോസ്ലീഹ റോമാക്കാർക്ക് എഴുതിയ ലേഖനം 8-ാം അധ്യായം 39-ാം തിരുവചനം. ഉയരത്തിനോ ആഴത്തിനോ മറ്റേതെങ്കിലും സൃഷ്ടിക്കോ നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിലൂടെയുള്ള ദൈവസ്നേഹത്തിൽ നിന്ന് നമ്മെ വേർപെടുത്തുവാൻ കഴിയുകയില്ലെന്ന് എനിക്ക് ഉറപ്പുണ്ട്. രമ്യ സൈമൻ്റെ വളരെ ശ്രേഷ്ഠമായ ഒരു യഥാർത്ഥ ക്രിസ്തീയ ജീവിതത്തിൻ്റെ തുടർച്ചയുള്ള ഒരു സാക്ഷ്യമാണ് രമ്യ ഇവിടെ ഏറ്റുപറഞ്ഞത്. സമയ ചുരുക്കത്തിൽ പരിശുദ്ധ അമ്മ നോട്ട് ബൈ മെറിറ്റ് ബട്ട് ബൈ ഗ്രേസ് എന്ന ഉടമ്പടി അടിസ്ഥാനത്തിൽ തൻ്റെ ഒരു വലിയ ജീവിത സാധ്യത തുറന്നു കൊടുത്തതിൻ്റെ ഒരു വലിയ സാക്ഷ്യത്തേക്കാൾ കൂടുതൽ അമ്മ ഇടപെടുന്നതും ഈശോ തനിക്ക് എന്താണെന്നും ഉടമ്പടി തൻ്റെ ജീവിതത്തിൽ എന്താണെന്നുമൊക്കെ വളരെ ശക്തമായി ലോകത്തോട് വിളിച്ചു പറയുന്ന രമ്യയുടെ ഒരു സാക്ഷ്യമാണിത്. അമ്മയാണ് എനിക്ക് വേണ്ടി എല്ലാം തീരുമാനിക്കുന്നത്. ഞാൻ പ്രാർത്ഥിക്കുന്നതും എൻ്റെ രഹസ്യത്തിൽ എൻ്റെ യേശുവിനോട് പറയുന്ന കാര്യങ്ങൾ ആരും കാണാതിരിക്കാൻ ഞാൻ മാസ്ക് ധരിച്ച് ഇവിടെ വന്ന് പരിശുദ്ധ അമ്മയെ നോക്കി എൻ്റെ കാര്യങ്ങളെല്ലാം ഈശോയ്ക്ക് കൊടുക്കണേ എന്ന് ഞാൻ വളരെ സൈലൻ്റായി പ്രാർത്ഥിച്ചു പോയി. നിമിഷത്തിനുള്ളിൽ എനിക്ക് എൻ്റെ കാര്യങ്ങളെല്ലാം അമ്മ ചെയ്തു തരുന്നു. ഈശോ എന്നോടൊപ്പമുണ്ട്. ഞാൻ എവിടെ സഞ്ചരിച്ചാലും എൻ്റെ വീടിനകത്തും എപ്പോഴും ഒരാൾ കൂടെ നടക്കുന്ന ഒരു അനുഭവം. പരിശുദ്ധ അമ്മയോട് എപ്പോഴും കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനുള്ള വലിയ കൃപ. സ്വപ്ന ദർശനങ്ങളിലൂടെയെല്ലാം ഈ മകൾക്ക് എപ്പോഴും ആവശ്യമുള്ള മെസ്സേജ് ഡെയിലി ബ്രെഡിലൂടെയും ഉടമ്പടി ധ്യാനത്തിലൂടെയും എപ്പോഴെല്ലാം അത് തുറക്കുന്നുവോ അപ്പോഴെല്ലാം പങ്കെടുക്കുമ്പോൾ തനിക്ക് ആവശ്യമായ മെസ്സേജുകൾ ലഭിക്കുന്നു. അങ്ങനെ എപ്പോഴും ഉടമ്പടിയിൽ ജീവിക്കുന്ന ജീവിതം ഒരു ലെവൽ ഗ്രേഡ് അപ്ഗ്രേഡഡ് ആയിട്ടുള്ള
ഒരു സാക്ഷ്യമാണിത്. ഇന്ന് ബഹുമാനപ്പെട്ട ജോസഫ് അച്ഛൻ പറഞ്ഞത് ദൈവം എൻ്റെ പേര് രജിസ്റ്റർ ചെയ്തിട്ടുണ്ടോ എന്നാണ് നമ്മൾ ചെക്ക് ചെയ്യേണ്ടതെന്ന്. നമ്മുടെ പേര് സ്വർഗത്തിൽ രജിസ്റ്റർ ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്കൊന്നിനും വറി ചെയ്യേണ്ട ആവശ്യമില്ല. രമ്യ പറയുന്നത് അത് തന്നെയാണ്. എനിക്കിപ്പോഴൊന്നിനും വറി ചെയ്യാൻ, ഞാൻ മരിച്ച ആത്മാക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. എവിടെയെല്ലാമാണോ ആത്മാക്കൾക്ക് ഈശോയെ കൊണ്ട് ആവശ്യം, അവരെല്ലാം ഞാൻ പരിശുദ്ധ അമ്മയ്ക്ക് ഏൽപ്പിക്കുന്നു. അങ്ങനെ ഒരു ക്രിസ്തീയ ജീവിതം കൃത്യമായി ദൈവകൽപ്പനകളോട് ചേർന്ന് പ്രവർത്തിക്കുവാനും പ്രാർത്ഥിക്കുവാനും ഉടമ്പടി മകളെ സഹായിക്കുന്നു. നമ്മുടെ എല്ലാ ജീവിത പ്രതിസന്ധികളെയും സാക്ഷ്യത്തോട് ചേർത്ത് വെച്ചുകൊണ്ട് ഈശോയ്ക്കും പരിശുദ്ധ അമ്മയ്ക്കും നല്ല ഒരു കൈയടി നൽകി രമ്യയുടെ സാക്ഷി നമുക്ക് സമർപ്പിക്കാം. അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം. ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാകുക.